ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഡന വീരൻ ആരാണെന്ന് ചോദിച്ചാൽ ആളുകൾ വെറുപ്പോടെ ഓർമ്മിക്കുന്ന ഒരു പേരാണ് അക്കു യാദവ് എന്നത്. നാഗ്പൂരിലെ കസ്തൂർബ നഗറിലെ ഗല്ലികളിൽ അക്കു യാദവിന്റെ കാൽപെരുമാറ്റം കേട്ടപ്പോഴൊക്കെ സ്ത്രീകൾ ഓടി ഒളിച്ചിരുന്നു. കസ്തൂർബ നഗറിന്റെ ഗബ്ബർ സിംഗ് വരുന്നുണ്ടെന്നാണ് ആണുങ്ങൾ പരസ്പരം പറഞ്ഞിരുന്നത്. ഭരത് കാളീചരൺ യാദവാണ് അക്കു യാദവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 90കൾക്കും 2000നും ഇടയിൽ ചെയ്തു കൂട്ടിയ അരും കൊലകളിലൂടെയും അതിക്രൂരമായ ബലാത്സംഗങ്ങളിലൂടെയും കളവിലൂടെയും ഒക്കെ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഒരു കൊടും കുറ്റവാളിയായി അയാൾ മാറുകയായിരുന്നു. ഒരു സീരിയൽ ബലാത്സംഗി എന്ന പേരായിരിക്കും ഇയാൾക്ക് കൂടുതലായി ചേരുന്നത്. 40ലധികം സ്ത്രീകളെയാണ് അക്കു യാദവ് ബലാത്സംഗം ചെയ്തിട്ടുള്ളത്. കസ്തൂർബ നഗർ ചേരിയിലെ ഓരോ വീടുകളിലും ഇയാൾ വർഷങ്ങളോളം മോഷണങ്ങളും ബലാത്സംഗങ്ങളും സ്ഥിരമായി നടത്തിപ്പോന്നിരുന്നു. വീടുകളിൽ കയറി ഭീഷണിപ്പെടുത്തുക, പണം തട്ടിയെടുക്കുക, മർദ്ദിക്കുക എന്നതെല്ലാം അയാളുടെ വെറും വിനോദമായിരുന്നു. 1991 നടത്തിയ ഒരു കൂട്ട ബലാത്സംഗമാണ് അക്കുവിന്റെ ആദ്യ കുറ്റകൃത്യം. അടുത്ത 13 വർഷക്കാലം അക്കു ചെയ്ത കുറ്റകൃത്യങ്ങളുടെ വിശദാംശങ്ങൾ കേൾക്കുന്നവരുടെ ഉറക്കം പോലും നഷ്ടപ്പെടുത്തുന്നതാണ്. കസ്തൂർബ നഗർ ചേരിയിൽ കഴിഞ്ഞിരുന്ന പാവങ്ങൾ സങ്കടത്തോടെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ ഓരോ വീട്ടിലും ഉണ്ട് അക്കു യാദവ് ബലാത്സംഗം ചെയ്ത ഒരു ഇരയെങ്കിലും എന്ന കാര്യം. ഭീഷണിപ്പെടുത്തി പണം പിടുങ്ങലായിരുന്നു അയാളുടെ പ്രധാന രീതി. അതിനുവേണ്ടി സ്വന്തമായി ഒരു ഗുണ്ടാ സംഘത്തെയും അയാളും സഹോദരന്മാരും ചേർന്ന് വളർത്തിയിരുന്നു. അക്കുവിന്റെ ചെയ്തികളോട് ലോക്കൽ പോലീസ് കണ്ണടക്കുകയായിരുന്നു. നല്ലൊരു തുക കൈക്കൂലിയായി അവർക്കും ലഭിച്ചിരുന്നു. എന്തെങ്കിലും ഒരു വസ്തു വേണമെന്ന് അയാൾക്ക് തോന്നിയാൽ നേരെ പോയി അത് ബലമായി കൈക്കലാക്കും. അതായിരുന്നു അക്കുവിന്റെ സ്വഭാവം. എന്നാൽ സ്വർണ്ണക്കമ്മൽ തട്ടിയെടുക്കാൻ അയാൾ ചെവി അറക്കുകയും മോതിരമെടുക്കാൻ വിരൽ മുറിക്കുകയും ചെയ്യുമായിരുന്നു. അത്തരത്തിലൊരു ക്രൂരനായിരുന്നു അയാൾ. അയാളെ എതിർക്കുന്നവരുടെ മൃതദേഹങ്ങൾ അടുത്തുള്ള റെയിൽവേ ട്രാക്കുകളിൽ നിന്നാണ് പിന്നീട് കിട്ടിയിരുന്നത്. 1991 വെറും 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അക്കു യാദവും സംഘവും കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കിയതോടെ അയാളുടെ കുപ്രസിദ്ധി നാടാകെ പരന്നു. 14 തവണ ഇയാളെ അറസ്റ്റ് ചെയ്തുവെങ്കിലും ഓരോ തവണയും ചെറിയ കാലത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയ അയാൾ ആ അറസ്റ്റിന് കാരണമായവരെ ആക്രമിച്ചും അവരുടെ വീട്ടിലെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തും തന്റെ ഭീകരവാഴ്ച തുടർന്നുകൊണ്ടേയിരുന്നു. കല്യാണ പിറ്റേന്ന് വരെ അക്കു അതിക്രമം നടത്തിയ പെൺകുട്ടികളുണ്ട്. ആഷോ ബോർക്കർ എന്ന സ്ത്രീക്ക് അനുഭവിക്കേണ്ടി വന്നത് ഇന്നും വേദനയാണ്. സ്വന്തം മകളുടെയും അയൽക്കാരുടെയും മുന്നിൽ വെച്ചാണ് അവളെ അയാൾ ഉപദ്രവിച്ചത്. അതൊന്നും പോരാതെ അവരെ ആ തെരുവിലിട്ട് വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കുകയും ചെയ്തു. മറ്റൊരിക്കൽ 7 മാസം ഗർഭിണിയായ ഒരു പെൺകുട്ടിയെയാണ് അയാൾ വീട്ടിൽ നിന്നും വലിച്ചിറക്കി തെരുവിലിട്ട് തന്റെ സംഘത്തിലെ അംഗങ്ങളോടൊപ്പം കൂട്ടബലാത്സംഗം ചെയ്തത്. 10-12 വയസ്സ് മാത്രമുള്ള പെൺകുഞ്ഞുങ്ങളെ വരെ ഇവരുടെ സംഘം ഉപദ്രവിച്ചിരുന്നു. പരാതി കൊടുക്കാൻ മുതിർന്നവരെല്ലാം അയാൾ കൊന്നുകളഞ്ഞു, അല്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി മാറ്റി നിർത്തി. പോലീസ് തന്നെ ഒന്നും ചെയ്യില്ലെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. അഥവാ അറസ്റ്റ് ചെയ്താൽ തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ അയാൾക്ക് ജാമ്യവും ലഭിക്കും. എന്നാൽ 2000ന് ശേഷം സ്ത്രീകൾ പതുക്കെ എതിർപ്പുകൾ അറിയിച്ചു തുടങ്ങി. അയാളുടെ സംഘത്തെ അവർ പലയിടത്തും വെച്ച് കൈകാര്യം ചെയ്യാനും തുടങ്ങി. ഉഷ നാരായൺ എന്ന ധൈര്യശാലിയായ സ്ത്രീയാണ് ഇയാൾക്കെതിരെ ഉറച്ചു നിന്നത്. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ കൊടും ക്രൂരതകൾക്കുള്ള ശിക്ഷ അക്കുവിന് ലഭിച്ചത് 2004 ഓഗസ്റ്റ് 13-നാണ്. അവിടെ കോടതിയിൽ വിചാരണ നടക്കുകയായിരുന്നു. എന്നാൽ ആ കേസിലും അക്കു അനായാസം രക്ഷപ്പെടുമെന്ന് ബോധ്യപ്പെട്ടതോടെ ഒരു കൂട്ടം സ്ത്രീകൾ ആ കോടതി മുറിയിലേക്ക് പാഞ്ഞു വന്നു. അവരെ കണ്ട അക്കു പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. അക്കൂട്ടത്തിൽ താൻ ബലാത്കാരം ചെയ്തവരെ കണ്ട അയാൾ കോടതിയിൽ വെച്ച് അവരെ വേശ്യ എന്നും വിളിച്ചു. അതോടെ 200ഓളം സ്ത്രീകൾ അയാൾക്ക് നേരെ കുതിച്ചു വന്നു. അക്കുവിന്റെ മുഖത്ത് മുളകുപൊടി എറിഞ്ഞു. കയ്യിൽ കരുതിയിരുന്ന കറിക്കത്ത് കൊണ്ട് അയാളുടെ ജനനേന്ദ്രിയം അവർ അറുത്തുമാറ്റി. ഏതാണ്ട് 70 കുത്തുകളെങ്കിലും അയാളുടെ ശരീരത്തിലുണ്ടായിരുന്നു. മുഖത്ത് കല്ലുകൊണ്ട് അടിച്ച പാടുകളും ഉണ്ടായിരുന്നു. അവിടെ വെച്ച് തന്നെ അക്കു യാദവ് മരിക്കുകയും ചെയ്തു. മരിക്കുമ്പോൾ അക്കു യാദവിന്റെ വായിൽ നിന്നും അവസാനമായി വന്ന വാക്കുകൾ എന്നോട് ക്ഷമിക്കൂ, ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല എന്നായിരുന്നു. ഈ സംഭവത്തിന് ശേഷം കസ്തൂർബ നഗറിൽ ആഘോഷങ്ങൾ നടന്നതായി പറയപ്പെടും. എല്ലാവരും പാട്ടുപാടി നൃത്തം ചെയ്തു, പഴങ്ങളും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. ഇതിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ 5 സ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ കേസ് അന്വേഷണത്തിനിടെ 200ഓളം സ്ത്രീകൾ തങ്ങളാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് ഏറ്റുപറഞ്ഞു. ഒടുവിൽ അറസ്റ്റിലായ എല്ലാവരെയും തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയക്കുകയായിരുന്നു. ഈ സ്ത്രീകളെ സംബന്ധിച്ച് നിയമവ്യവസ്ഥ തങ്ങൾക്ക് സംരക്ഷണം നൽകിയിട്ടില്ല എന്ന ചിന്തയാണ് ഉണ്ടായിരുന്നത്. തങ്ങളുടെ അഭിമാനവും അന്തസ്സും വീണ്ടെടുക്കാൻ അവർക്ക് മുന്നിൽ നിയമവിരുദ്ധമാണെങ്കിലും ഈ ഒരു വഴി മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ.